أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഈ പുണ്യമായ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് ഇത്തിക്കാഫിന് ദൈവത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ മക്കളിലും കുടുംബങ്ങളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും മറ്റ് സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തുകയും നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി തരികയും ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ലോകാനുഗ്രഹിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച അല്ലെങ്കിൽ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ റബീഉൽ അവ്വൽ മാസമാണ് ഈ മാസം. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച പുലർച്ചെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതനായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രവാചകർ ജനിച്ചു എന്നതല്ല, ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് എന്നതാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഗൗരവത്തോടു കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രവാചകർ അന്ന് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്ന ആദ്യത്തെ പ്രവാചകരല്ല, ആദ്യത്തെ റസൂലല്ല, ആദ്യത്തെ നബിയല്ല. ഏകദൈവ വിശ്വാസത്തിൻ്റെ റിസാലത്തുമായി അള്ളാഹു നിയോഗിച്ച പ്രവാചക പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ ആളാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹു നിയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും സൃഷ്ടിച്ചവനെ പറ്റിയാണ്, പടച്ചവനെ പറ്റിയാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. അല്ലാത്ത ഒന്നിനെ പറ്റിയും പടച്ചവൻ എന്ന് നമ്മളാരും പറയില്ല. പറഞ്ഞാൽ നമ്മൾ അതോടൊക്കെ കാഫറായി പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ അള്ളാഹു തന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതുമൊക്കെ സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ്. ആ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1,24,000-ലധികം പ്രവാചകന്മാർ ഭൂമിലോകത്ത് വന്നത്. ഈ ഭൂമിലോകത്ത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഖലാഅ്, അള്ളാഹുവിൻ്റെ തീരുമാനവും നിയമവും അനുസരിച്ച് മാത്രമാണ്. അല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിൻ്റെ ഖലാഅ് പ്രകാരവുമാണ്. ആ അള്ളാഹുവിൻ്റെ നിയമം പാലിച്ചുകൊണ്ടല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ല. മഴ പെയ്യുന്നതായാലും അല്ലെങ്കിൽ മഴ മുടക്കപ്പെടുന്നതായാലും പ്രപഞ്ചത്തിൽ എന്തൊക്കെ അനക്കങ്ങളോ ആട്ടങ്ങളോ ഹർക്കത്തുകളോ ചലനങ്ങളോ സംഭവിക്കുന്നുണ്ടോ ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാണ്. ഈ നിയമത്തിനാണ് നമ്മൾ പ്രകൃതി നിയമം എന്നൊരു വാക്കെല്ലാവരും പറയുമല്ലോ, പ്രകൃതി നിയമം. ഈ പ്രകൃതി നിയമമാണ് ലോകത്തുള്ളത്. ആ പ്രകൃതി നിയമം അള്ളാഹുവിൻ്റെ നിയമമാണ്. സൃഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്കാണ് പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ജീവജാലങ്ങൾ, അത് എത്രയുണ്ടെങ്കിൽ അത്രയും ജീവജാലങ്ങളൊക്കെയും മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനും ജിന്നുകളും ഒഴികെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ആ പ്രകൃതി നിയമം അനുസരിച്ച് മാത്രം ചലിക്കുന്നതാണ്. ആ പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള സോഫ്റ്റ്വെയറാണ് ആ ജീവികൾക്കൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്നത്. ആ പ്രകൃതിയിൽ നിന്ന് മാറാൻ ആ സോഫ്റ്റ്വെയറിന് കഴിയില്ല. അതിന് പറ്റുന്നൊരു ഹാർഡ് ഡിസ്കും അള്ളാഹു തആല ആ ജീവജാലങ്ങൾക്ക് നൽകിയിട്ടില്ല. പട്ടിയായി അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു. ആടായിട്ട് അതിൻ്റെ നിയമങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു. ആകാശവും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു. മലക്കുകൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സാധനവും ജിന്നുകളും, ഈ രണ്ട് വർഗങ്ങൾ, മനുഷ്യ ഭൂതവംശങ്ങൾ, നമ്മളെപ്പോലത്തെ ഒരു വിഭാഗമാണല്ലോ ജിന്നുകൾ. ആ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗം വലക്കത് കറംന ബനി ആദം,
ആദമിന്റെ സന്താനങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ആദരവ്, അവർക്ക് പ്രത്യേകമായി ആദരവ് നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അല്ലാഹു തആല കുറെ പ്രത്യേകതകൾ, മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത കുറെ ശ്രേഷ്ഠതകൾ അവർക്ക് നൽകിയിരിക്കുന്നു. ജഅലലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കാണാനുള്ള കണ്ണ്, അകക്കണ്ണ് എന്ന് പറയുന്ന ഒന്ന് നമുക്ക് മാത്രമുള്ളതാണ്. അതേപോലെ തന്നെ കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ആ കേട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നതും അതിനനുസരിച്ചിട്ട് പ്രതികരണങ്ങൾ സൃഷ്ടിക്കുക എന്നതും മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നതാണ്. അതേപോലെ തന്നെ അബ്സാറ്, ബസറും ബസീറത്തും, അകക്കണ്ണും പുറംകണ്ണും, ഈ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അപ്പുറം അകക്കണ്ണുകൊണ്ട് നാളെ നടക്കാൻ പോകുന്നതും അതിൻ്റെ അപ്പുറം സംഭവിക്കാൻ പോകുന്നതൊക്കെ കാണുന്ന ദാർശനികത, ഇതും അല്ലാഹു തആല മനുഷ്യരായ നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകതകളാണ് വൽ അഫ്ഇദത. അതേപോലെ നമ്മുടെ തലച്ചോറ് മറ്റ് ജീവജാലങ്ങളുടെ തലച്ചോറുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ തലച്ചോറുകളിലൂടെ സന്ദേശങ്ങൾ 420 കിലോമീറ്റർ വേഗതകളിൽ സഞ്ചരിക്കുന്ന അതിശക്തമായൊരു തലച്ചോറ് അല്ലാഹു തആല നമുക്ക് നൽകി. നമ്മുടെ ഈ അഫ്ഇദത്തും നമ്മുടെ അവയവങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രം അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന, നമുക്ക് അല്ലാഹു തആല കനിഞ്ഞരുളിയിരിക്കുന്ന പ്രത്യേകതകളാണ്. പക്ഷെ ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങളിൽ അധികം അല്പം ആളുകൾ മാത്രമാണ് അതിനെപ്പറ്റി ബോധമുള്ളവരും നന്ദിയുള്ളവരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ചുരുക്കത്തിൽ ഈ വിശേഷ ബുദ്ധിയും വിവേചന ശേഷിയും ഒക്കെ നൽകപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഖ്തിയാറുണ്ട്, കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങളുണ്ട്, കഴിവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്ക് അതില്ല, സ്വാതന്ത്ര്യമില്ല. അതിനെന്താണോ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഉള്ളത് അതുപോലെ അങ്ങ് പോവുക. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ആ തിരഞ്ഞെടുക്കലാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് നന്നായാൽ നമ്മൾ ആകെ നന്നായി. ആ തിരഞ്ഞെടുക്കുന്നോടത്തൊരല്പം ഒരു സ്റ്റെപ്പ് പഴച്ചാൽ ബാക്കി എല്ലാം പഴച്ചു. അവിടെയാണ് നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ മുഴുവൻ സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തെറ്റ് മനുഷ്യ സഹജമായി സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ്, നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി പൂർണ്ണമായി നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതിനുള്ള വിവരം നമുക്കില്ല, അതിനുള്ള കഴിവ് നമുക്കില്ല. നമ്മുടെ ബുദ്ധിയും വിവരവും ഒക്കെ പരിമിതമായ അവസ്ഥകളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് സൃഷ്ടാവ്, ആരാണ് ദൈവം, ആരാണ് പടച്ചത്, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് അന്നം നൽകുന്നത്, ആരാണ് സംരക്ഷിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായി ഇവിടെ ഒരുപാട് അവകാശവാദങ്ങളാണ്. ഒരുപാട് ദൈവങ്ങളെ, ഒരുപാട് സൃഷ്ടികളെ പ്രതീക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ജാഹിലിയ കാലത്തെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ പറ്റി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മുവഹിദുൽ ജാഹിലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ഒരു ജാഹിലിയ കാലത്ത് ജീവിച്ച, റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ദിവസം അമ്പലത്തിൽ പ്രവേശിച്ചപ്പോ അദ്ദേഹം ദൈവങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബിൻ, ഞാൻ ഒരു ദൈവത്തെയാണോ ആരാധിക്കേണ്ടത്, ഒരു സൃഷ്ടാവിനെയാണോ ആരാധിക്കേണ്ടത്, അതല്ല ഈ കാണുന്ന 33 കോടി ദൈവങ്ങളെയൊക്കെയും ഞാൻ ആരാധിക്കണോ? അതീനു ഇദാ തകസ്സമത്തിൽ ഉമൂറു, എന്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, ഞാൻ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപാട് സങ്കീർണമാണ്. ഇതിനൊക്കെ കൂടിയിട്ട് ഓരോരുത്തരെ ആരാധിക്കാൻ നിന്നാൽ ഞാൻ എന്ത് അവസ്ഥയിലാണ് പെട്ടുപോകുക? ഏതായാലും ഈ അവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തറക്കത്തുല്ലാത്തി വല്ലുസ്സാ ജമിഅ, എല്ലാ ദൈവങ്ങളെയും ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഈ വിഗ്രഹങ്ങളെയൊക്കെ ഞാൻ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അത് മനുഷ്യ ബുദ്ധിയുടെ പരിധിക്ക് അപ്പുറം ഉള്ള കാര്യമാണ് സൃഷ്ടാവിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവെന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തരാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നിയോഗിക്കുന്ന, നമുക്ക് അയച്ചു തരുന്ന പ്രവാചകന്മാരെ പറ്റിയാണ് അല്ലാഹു തആല നബി, റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ആളുകളെ അല്ലാഹു തആല അയച്ചു തന്നത്. അതുകൊണ്ടാണ് ഈ സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് പഴച്ചു കഴിഞ്ഞാൽ, തെറ്റ് പറ്റിയാൽ, പിന്നെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും ഒരുപാട് അബദ്ധങ്ങളിലേക്ക്, അഗാധങ്ങളിലേക്ക്, പാതാളത്തിന്റെ അടിത്തറയിലേക്ക് നമ്മളെ അധപ്പതിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അബദ്ധം. ലോകത്ത് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റുകൾ ഇവിടെയാണ് തെറ്റുന്നത്. ദൈവത്തെ കണ്ടെത്തുന്നിടത്തോടെ ശങ്കരാചാര്യർ, ഹിന്ദുമതത്തിന്റെ നവോത്ഥാന നായകനായി കണക്കാക്കപ്പെടുന്ന ശങ്കരാചാര്യർ പോലും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ കാണാം, രൂപം രൂപ വിവർജിതശ്യ ഭവതോ ജ്ഞാനേന യത് കൽപ്പിതം.
സ്തുത്യ നിർവചനീയത ഗിരഗുരോ ദുരീകൃതായ മയ വ്യാപിത്തന്റെ നിരാകൃതം ഭവതായ തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തത്വികലതാ ദോഷത്രയം അത്ഭുതം. ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുകയാണ്, ജഗദീശ ലോകരക്ഷിതാവേ റബ്ബുൽ ആലമീനെ, നമ്മൾ അറബി പറഞ്ഞാൽ ജഗദീശൻ എന്ന് പറഞ്ഞാൽ റബ്ബുൽ ആലമീൻ, ജഗദീശ, ജഗദീശ്വരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. രൂപം രൂപ വിവർജിതശ്യ ഭവതോ ധ്യാനേന യത്കൽപ്പിതം. അരൂപിയായ ദൈവത്തെ, രൂപമില്ലാത്ത ദൈവത്തെ രൂപമുണ്ടാക്കി കൽപ്പിച്ച് ധ്യാനിച്ചത് എൻ്റെ ഒന്നാമത്തെ തെറ്റ്. ദൈവത്തിന് രൂപം സങ്കല്പിച്ചത് എൻ്റെ ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ അബദ്ധം, ഏറ്റവും വലിയ തെറ്റ്. ഷിർക്കുകളിൽ വെച്ച്, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമായ ഷിർക്ക്. അതേപോലെ സർവ്വലോകത്തും വ്യാപിച്ചു നിൽക്കുന്ന, സർവത്തിൻ്റെയും അന്തര്യാമിയായി വളങ്ങുന്ന പരമസ്വരൂപനായ ദൈവത്തെ ഒരമ്പലത്തിന്റെ, ഒരു പള്ളിയുടെ, ഒരു ചർച്ചിന്റെ ഉള്ളിൽ ആ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചത് എൻ്റെ രണ്ടാമത്തെ തെറ്റ്. ആ ദൈവം അവിടെയൊന്നുമില്ല, അവിടെയല്ല ദൈവമുള്ളത്. അമ്പലത്തിന്റെ ഉള്ളിലല്ല, പള്ളിക്കുള്ളിലല്ല, ചർച്ചിന്റെ ഉള്ളിലല്ല, പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒന്നല്ല സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത്. അതിന്റെ പുറമെ നന്മകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മാത്രം തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറെ സ്തോത്രങ്ങൾ ചൊല്ലിയാൽ, കുറെ ദിക്റുകൾ അങ്ങനെ അധികരിപ്പിച്ചാൽ, അള്ളാഹുവും അവന്റെ പ്രവാചകരും പഠിപ്പിച്ചതൊന്നുമില്ലാതെ, ഇബാദത്തുകളില്ലാതെ, ദിക്റുകൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്താമെന്ന് കരുതിയത് എൻ്റെ മൂന്നാമത്തെ തെറ്റ്. ജഗദീശ തത്വികലത ദോഷത്രയം അത്ഭുതം. ജഗദീശ്വര റബ്ബുൽ ആലമീനെ, ലോകരക്ഷിതാവേ തത്വികലത ദോഷത്രയം അത്ഭുതം. ഈ 3 വൻദോഷങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ശങ്കരാചാര്യർ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ഈ സ്റ്റെപ്പ് പഴിച്ചത് കൊണ്ടാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പഴിച്ചാൽ മുഴുവൻ പഴിച്ചു. സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്തുക, ആരാണ് നമ്മുടെ പടച്ചവൻ എന്ന് കണ്ടെത്തുക എന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഗുരുതരമായ ഒരവസ്ഥയാണ്. കണ്ടില്ല, ഇപ്പോ പറഞ്ഞു വന്നിട്ട് അവസാനം മടവൂരാണ് പടച്ചവൻ എന്ന് വരെ മൗര്യന്മാര് പറയാൻ തുടങ്ങിയ കാലാത്. അവിടെ നമ്മൾ പേടിക്കണം. ഏതും 5 വക്ത് സുബഹി നിസ്കരിക്കുന്നവനും കാഫറാകാം. ഞാൻ 5 നേരം സുബഹി നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ കാഫറാവില്ല എന്ന് വിചാരിക്കണ്ട. അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഗൗരവത്തോടു കൂടെ കാണണം. കുഫർ വരാതെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ ആ വന്നിരിക്കുന്ന ദൗത്യം ഈ ഹിദായത്തിന്റെ മാർഗമാണ്. നേർമാർഗവുമായി വൈകേടത്തരത്തിലേക്ക്, ദലാലത്തിലേക്ക് പോകുന്നവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്ത് വരുന്നു. ആ പ്രവാചകരെ തിരിച്ചറിയുക എന്നത് ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് റസൂലുള്ളാഹിനെ തിരിച്ചറിയൽ, പ്രവാചകരെ തിരിച്ചറിയൽ. എന്താ? പ്രവാചകരെ തിരിച്ചറിയാൻ അള്ളാഹു തആല അടയാളം കൊടുത്തിട്ടുണ്ട്. ആ അടയാളത്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ, ദലായിലുൻ നുബുവ. അള്ളാഹുവിന്റെ പ്രവാചകർക്ക്, എല്ലാ പ്രവാചകർക്കും, മൂസ നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി വലഖദ് ആതൈനാഹു അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിന് 9 ദൃഷ്ടാന്തങ്ങളാണ് കൊടുത്തത്. 9 മുഅ്ജിസത്തുകൾ നൽകിയ കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഇതേപോലെ ഒരുപാട് അത്ഭുതങ്ങൾ, മനുഷ്യ കഴിവിന് അതീതമായ സൃഷ്ടാവായ ദൈവത്തിന്റെ കഴിവുകൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന, അവന്റെ ഇടപെടലുകളിലൂടെ മാത്രം നടക്കുന്ന അത്ഭുത സിദ്ധികൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ ഒരാളിൽ നിന്ന് കിട്ടിയാൽ, നുബുവത്ത് വാദിക്കുന്ന ഒരാളിൽ നിന്നുണ്ടായാൽ അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അതോടൊക്കെ അയാൾ നബിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നബിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. നബിയാണെന്നതിന് തെളിവ് അയാൾ കാണിച്ചു തരും. ചന്ദ്രൻ വളർത്തി കാണിച്ചു കൊടുത്തു മക്കൾക്കാർക്ക്. അതേപോലെ നമ്മുടെ മൗലീദുകളിൽ മൗലൂദ് ഓതുന്നത് തന്നെ ആ ദലായിലുൻ നുബുവ പറയാനാ. ഇത് അടുത്ത ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു നബി വരാനില്ലാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ അടയാളങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. പുതിയ തലമുറയിലേക്ക് മാറണം. അതിനുള്ള ഏക മാർഗമാണ് നമ്മുടെ മൗലിദുകൾ. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഖതിഹാ ഉഖൂലുൽ ഉസ്സദി അൽ ബദ്റു ശുക്ക ബി അംരിഹി വശംസു ഇദ വർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി والوحش والأشجار كالسجدة له وعليه كالسلمن بعد تشقد وابن اليسير سكى وأطعم جيشه حتى اكتفى ويسيره لم ينفد. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ എണ്ണി ഇങ്ങനെ പറയാ. അത് പറഞ്ഞാൽ തീരൂല. അതന്നെ മൗലൂദ്. മൗലൂദിൽ എല്ലാ മൗലൂദും മങ്കൂസായാലും അഷറഫല്ലനാമായാലും ജാല മുഹമ്മദ് ആയാലും സുബാന മൗലൂദ് ആയാലും ഒക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
റസൂലുള്ള പ്രസവിച്ച സമയത്തുണ്ടായതുപോലെ തൊട്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും ഒക്കെ നടന്ന മൂജിസത്തുകൾ മൗലൂദുകളിൽ ചർച്ചയാണ്. എന്തിനാത്? നുബുവത്ത് നിലനിൽക്കണം. ഈ നുബുവത്ത് അവസാനിച്ചിട്ടില്ല. അത് ഖിയാമത്ത് വരെ സമൂഹത്തിലേക്ക് മാറപ്പെടേണ്ട ഒന്നാണ്, അറിയപ്പെടേണ്ട ഒന്നാണ്, പരിചയപ്പെടേണ്ട ഒന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മൂജിസത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ നുബുവത്ത് തിരിച്ചറിയാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അതോടുകൂടെ അവന്റെ കാര്യം പിന്നെ ആ നബിയിലൂടെ പോകും. ബുദ്ധിയൊന്നും അധികം വേണ്ട. ആ നബിയെ തിരിച്ചറിഞ്ഞു കിട്ടിയാൽ ഇത് സത്യപ്രവാചകരാണ്, അള്ളാഹുവിന്റെ ദൂതരാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ ഇനി വേറൊന്നും ആലോചിക്കണ്ട, ആ ആളെ പിൻപറ്റിയാൽ മതി, ആ പ്രവാചകരെ പിൻപറ്റിയാൽ മതി. അതിനാണ് ഈമാൻ തസ്ദീഖുർ റസൂലി ഫീമാ ജാ ബിഹി അൻ റബ്ബിഹി. അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കുന്നതോട് കൂടെ ഒരാൾ മുഅ്മിനായി. അള്ളാഹുവിന്റെ പ്രവാചകർ ആ കൊണ്ടുവന്ന സുന്നത്ത് പിൻപറ്റി ഇബാദത്തുകളും അഅ്മാലുകളൊക്കെ ശരിയാക്കുന്നതോടുകൂടെ, ആ ഇത്തിബായി ശരിയാകുന്നതോടുകൂടെ അവന്റെ ശരീഅത്തും അവന്റെ ഇസ്ലാമും പൂർണ്ണമായി. ഇത് തന്നെയാണ് അല്ലാഹു തആല നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അള്ളാഹു നിയോഗിച്ചവരാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വഇന്നക ലതഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം. നബിയെ, തീർച്ചയായും താങ്കൾ ലതഹ്ദി, തീർച്ചയായും താങ്കൾ ഹിദായത്താക്കും, താങ്കൾ നേർമാർഗത്തിലാക്കും. ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹുവിന്റെ നേരായ മാർഗത്തിലേക്ക് ആളുകളെ താങ്കൾ ഹിദായത്താക്കും നബിയെ എന്ന് നബിയോട് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. അതുകൊണ്ടാണ് നബിയാ ഹിദായത്ത് നൽകുന്നത്. ആ ഹിദായത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തരുന്നത്, അതിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകരാണ് നമ്മളൊക്കെ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് സമാധാനിക്കാം. അള്ളാഹു തആല അത് പൂർണ്ണമാക്കി തരുമാറാവട്ടെ. അല്ലാതെ വെറുതെ ജനിച്ചത് മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിമാന്ന് പറഞ്ഞ പോരല്. ഉമ്മയും ബാപ്പയും മുസ്ലിം ആയതുകൊണ്ട് നമ്മളൊക്കെ കാനേഷുമാരി മുസ്ലിങ്ങളാവും. യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ നമുക്ക് കുറെ അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ കുറെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ നമ്മൾ ഇബാദത്തുകൾ വേണം, നമ്മൾ അഅ്മാലുകൾ അധികരിപ്പിക്കണം, വിശ്വാസം ശരിയാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനൊക്കെ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈമാനിനും ഇസ്ലാമിനുമൊക്കെ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്. നമ്മൾ അങ്ങ് എങ്ങനെയായി? ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ കുമാരനാശാൻ ദുരവസ്ഥയിൽ പറഞ്ഞതുപോലെ കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കൊണ്ടരേഴ ചെറുമം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തടുത്തിടാം ചെറ്റും പേടിക്കേണ്ട നമ്പൂരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോര ശ്രേയസ് ഉപേക്ഷിച്ചു ബദ്ധരായി മേവുമോ ജാതി ജയിലിൽ എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ ചോദിക്കുന്നുണ്ട്. ആരായി കുമാരനാശാൻ? ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യൂണിയന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. ആ കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയിൽ പാടുന്നതാണിത്, ചോദിക്കുന്നതാണിത്. നമ്മളുടെ പൂർവികരാരും മക്കത്തുനിന്ന് വന്നവരൊന്നുമല്ല, യമനികളൊന്നും അല്ല, വേറെ അവിടെ നിങ്ങൾ വന്നവരൊന്നും അല്ല, ഒക്കെ ഇവിടെയുള്ളവരാ. നമ്മുടെ 4 തലമുറ 5 തലമുറ അങ്ങ് മറിഞ്ഞാൽ അത്രേ ഉള്ളൂ. എൻ്റെ വാപ്പാന്റെ പേര് മുഹമ്മദാ, മുഹമ്മദിന്റെ വാപ്പാന്റെ പേര് മീരാനാ, മീരാന്റെ വാപ്പാന്റെ പേര് അവറാനാ, അവറാന്റെ വാപ്പാന്റെ പേര് അറിഞ്ഞൂടാ. ചിലപ്പോൾ വേലായുധനാകും, അല്ലെങ്കിൽ രക്കനാവും, കോരനാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ഒരു 4-5 തലമുറ മറിഞ്ഞാൽ ഇവരൊക്കെയാ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സരസമായി പറഞ്ഞതുപോലെ അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു. നിനക്കെന്ത് തറവാടിത്തമാണോ പറയാനുള്ളത്? നീ തറവാടിത്തിന്റെ വലിപ്പം പറയുന്നുണ്ടല്ലോ, എന്ത് തറവാടിത്താണോ എന്ന് എനിക്ക് നിനക്കൊക്കെ പറയാനുള്ളത്. അസ്ലു കുമൂമി കബലു തീയമ്പനായരു വാശാരി മൂശാരി വ മണ്ണാനു പാണനു വ കൊയപ്പാനു ചെട്ടി എമ്പനായാടി പറയരു. ഇതൊക്കെ അല്ലേ നമ്മുടെ പൂർവ്വ പിതാക്കന്മാര്. ഒരു 4-5 തലമുറ മറിഞ്ഞാൽ ഇവരൊക്കെയാണ് ഈ ചെറുമൻ, പുലയൻ, പാണൻ, പറയെന്നൊക്കെ പറയുന്ന ഈ വിഭാഗക്കാരാ നമ്മുടെ പൂർവികന്മാർ. പിന്നെയോ കുമാരനാശാൻ പറഞ്ഞ പോലെ ഈ ജാതീയമായ ഐത്തത്തിന്റെ അനാചാരത്തിന്റെ ദുശ്ചൈതികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തൊപ്പിയിട്ടിട്ട് മുസ്ലിമായതാ നമ്മുടെ പൂർവ്വ പിതാക്കന്മാര്, അല്ലെങ്കിൽ കുപ്പായിട്ടതാ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉമ്മാമ്മമാര്. പെണ്ണുങ്ങൾക്ക് കുപ്പായിടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ കൂടി ആ കുപ്പായിടാം.
ആ കുപ്പായ ഇടാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ ഒരുപാട് സംഘടനകൾ, അല്ലെങ്കിൽ അന്നത്തെ ഭാഷയിൽ യുദ്ധങ്ങൾ, ഒമാനൂർ യുദ്ധം, ഒമാനൂർ ശ്രോതാക്കള്, അതേപോലെ ചേറൂർ പട എന്നൊക്കെ പറയുന്ന ഒമ്പറന്നങ്ങളടക്കം പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേസെന്താ? അവസാനം അന്വേഷിച്ചു വന്നാൽ മുസ്ലിമായ പെണ്ണിന് കുപ്പായിടാൻ അനുവദിക്കാതെ നായന്മാര് കുപ്പായം വലിച്ചു കീറിയതിന്റെ ഒക്കെ പേരിലുണ്ടായ സംഘടനകളാണ് അതൊക്കെ. ഇപ്പൊ പെണ്ണുങ്ങൾ എന്താ പരിപാടി? കുപ്പായ ഇടാതിരിക്കാൻ വേണ്ടി യുദ്ധം തുടങ്ങിയിരിക്കുക. അപ്പോ കുപ്പായത്തിന്റെ വലിപ്പം കുറച്ചു, ആദ്യം കയ്യിന്റെ നീളം കുറച്ചു, പിന്നെ കൈ എന്ന് പറഞ്ഞ സംഭവം തന്നെ കുറച്ചു. ഇപ്പൊ അവസാനം ഇവിടെയൊക്കെ തുറന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോ അവസാനം കുപ്പായം തന്നെ ഇടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാ ഇപ്പോ വിദേശ നാടുകളിലൊക്കെ ടോപ്ലെസ് സമരം നടന്നു. പല പെണ്ണുങ്ങളും മാറി മറയ്ക്കാതെ സമരം നടത്തി, പ്രകടനം നടത്തി എന്നതുപോലെ നമ്മുടെ ഈ പെണ്ണുങ്ങൾ, അതിലേറെ നമ്മുടെ പെണ്ണുങ്ങൾ അതപ്പതിക്കുന്നു. ഇതൊക്കെ നേടിയെടുത്ത അവകാശങ്ങളാണ്. മാറി മറയ്ക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്നില്ല. നമ്പൂരി സ്ത്രീകൾക്ക് മാത്രമേ മാറി മറയ്ക്കാൻ പറ്റൂ. ഈഴവന്മാര്, തീയന്മാര്, അതേപോലെ ആശാരി, അതേപോലെ ഈ പറയുന്ന പാണൻ, പറയൻ, പുലയൻ തുടങ്ങിയവർക്കൊന്നും മാറി മറയ്ക്കാൻ പറ്റൂലായിരുന്നു. അവർക്കൊക്കെ അതിന് അവകാശം നേടിയെടുത്തതാണ്. ഏതാവട്ടെ, ഞാൻ ചുരുക്കട്ടെ, എങ്ങനെ കിട്ടിയതൊക്കെ? എങ്ങനെയായി കുപ്പായിടാൻ നമുക്ക് അധികാരമുണ്ടായത്? എങ്ങനെയാണ് മാറി മറയ്ക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എങ്ങനെയാണ് മറ്റുള്ള ജാതിക്കാർ, ഉയർന്ന ജാതിക്കാര് കൂടുന്നിടത്ത് കൂടാനും, അവർ കഴിക്കുന്ന ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനും, അവർ കുടിക്കുന്ന വെള്ളമെടുത്ത് കുടിക്കാനൊക്കെ നമുക്ക് അധികാരം തന്നത് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ കിട്ടിയ ഈ അധികാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ കിട്ടിയ ഈ അവകാശമാണ്. അതാ റസൂലുള്ളാഹി തങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു, യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാലല്ലത്തി കാനത് അലൈഹിം. നിങ്ങൾക്ക് നല്ലതൊക്കെ ആ പ്രവാചകർ അനുവദനീയമാക്കി തരുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, വടക്കുകെട്ട മ്ലേച്ഛമായതൊക്കെ നിങ്ങൾക്ക് ആ പ്രവാചകർ ഹറാമാക്കുന്നു, നിഷിദ്ധമാക്കുന്നു. വയളഉ അൻഹും ഇസ്റഹും, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ നിങ്ങൾ നൂറ്റാണ്ടുകളായി ജാതീയതയുടെ പേരിൽ, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ പേരിൽ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ആ പ്രവാചകർ ഇറക്കി വെച്ചിരിക്കുന്നു. വല്ലഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അസ്വാതന്ത്ര്യത്തിന്റെ, സമാധാനമില്ലായ്മയുടെ, ചൂഷണത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാവിധ കുടുക്ക് ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് നിങ്ങളെ പറന്നുയരാൻ, മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടാക്കി തന്നത് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ നബി വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഇപ്പോഴും അനുഭവിക്കൂല. നമ്മൾ കുപ്പായി വെണ്ടി വരൂല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം, മാനമായി ജീവിക്കാൻ പറ്റൂല. ഇവിടെ സംബന്ധം തന്നെയാണ് നടക്കുക. അതേപോലുള്ള ഏർപ്പാടുകളാ. താഴ്ന്ന ജാതിക്കാരന്റെ പെണ്ണുങ്ങളെ ഏത് നമ്പൂരിക്കും എപ്പോഴും എന്തും കാട്ടാം. ആ ജാതീയമായ വൃത്തികെട്ട ആചാരങ്ങൾ ഈ രാജ്യത്ത് എടുത്തു കളയപ്പെട്ടത് എന്തിന്റെ പേരിലാ? അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശം ഈ ലോകത്തേക്ക് വന്നതുകൊണ്ടാണ്. യൂറോപ്പിൽ ഉയർന്നു കേട്ട സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം ഏറ്റവും പുരോഗതി പ്രാപിച്ച് യൂറോപ്പിൽ കേൾക്കാൻ തുടങ്ങിയത് 1789 ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. അതിന്റെ മുമ്പ് സ്വാതന്ത്ര്യം എന്ന് കേട്ടിട്ടില്ല, സമത്വം എന്ന മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ആരും സാഹോദര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ 66 ലക്ഷം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. എന്തിന്റെ പേരിൽ? സാഹോദര്യം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, സമത്വം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതേപോലെ സമാധാനം, സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടത് 67 ലക്ഷം ആളുകളാണ്. എന്നിട്ട് കിട്ടിയോ? സ്വാതന്ത്ര്യം കിട്ടിയോ? സമാധാനം കിട്ടിയോ? ജീവിക്കാനുള്ള അവകാശം കിട്ടിയോ? ലോകത്തിന് കിട്ടിയില്ല. ആ ചത്തവർ പോയി എന്നതല്ലാതെ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കം ഫത്തഹിലെ ജാഹിലിയ്യ കാലത്ത് ഡാർക്കയിൽ ജീവിച്ച അറബികളോട് ആ മക്കം ഫത്തഹ്, മക്ക ജയിച്ചടക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ നടത്തിയ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്. 2 ദൈവം നിങ്ങൾക്കില്ല, 2 സൃഷ്ടാവ് നിങ്ങൾക്കില്ല. ഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെ മുഴുവൻ പിതാവ് ഒറ്റൊരു പിതാവാണ്. ആദമാണ് നിങ്ങളുടെ പിതാവ്. ആ ആദം മണ്ണിൽ നിന്ന് വന്നതാണ്. ആ ആദമിന്റെ മക്കളാണ് നിങ്ങൾ എല്ലാവരും. അലാ ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ,
ഒരു യൂറോപ്യനേക്കാളും അല്ലെങ്കിൽ ഒരു യൂറോപ്യന് മറ്റുള്ള കറുത്ത വർഗക്കാരെക്കാളും ഒരു മികവുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, ഒരു വളർമയുമില്ല. എല്ലാവരും ഒറ്റ മനുഷ്യന്റെ ഒരു പിതാവിന്റെ മക്കളാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകരാണ്. സ്വാതന്ത്ര്യ ബോധം ലോകത്തുണ്ടാക്കി തീർത്തത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇത് 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ നടന്ന നവോത്ഥാന വിപ്ലവത്തിന്റെ ഭാഗമല്ല. ആ നിലയിൽ ഒരു സാഹോദര്യ ബോധം, സമാധാനം, സമത്വം ലോകത്തിന് പഠിപ്പിച്ച ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ? നമ്മളൊക്കെ ആരാകുമായിരുന്നു? ലോകത്തിന്റെ ഗതി എന്താകുമായിരുന്നു? ലോകത്ത് മുഴുവൻ ഈ നിലയിലുള്ള ചിന്താഗതി മറ്റ് മതങ്ങളിലൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകര് ഇവിടെ വന്ന് പെണ്ണിന് സ്വാതന്ത്ര്യം നൽകി, സ്വത്തവകാശം നൽകി, അവളെ ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ടവളായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തില് പോപ്പിന്റെ നേതൃത്വത്തിൽ യൂറോപ്പിൽ നടക്കുന്ന മതപുരോഹിതന്മാർക്കിടയിൽ വളരെ ഗഹനമായ ഒരു ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ച അറിയോ? കൊതുകിന് ആത്മാവുണ്ടോ എന്ന് നമുക്കൊക്കെ സംശയമുണ്ടല്ലോ. കൊതുക് അസ്രായിൽ അലൈഹിസ്സലാം ആണോ കൊതുകിന്റെ റൂഹിനെ പിടിക്കുന്നത് അല്ലയോ എന്നൊക്കെ സംശയിക്കാവുന്നത് പോലെ പെണ്ണിന് ആത്മാവുണ്ടോ, സ്ത്രീക്ക്, ആണുങ്ങൾക്ക് ഏതായാലും ആത്മാവൊക്കെ ഉണ്ട്, സ്ത്രീക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയായിരുന്നു പോപ്പിന്റെ ആസ്ഥാനത്ത്. അതാണ് ലോകം. പെണ്ണിനെ പെണ്ണായി ഒരു വക്കീലിയായി പോലും കാണാൻ യൂറോപ്യൻ സമൂഹം കാണാതിരുന്ന കാലത്താണ് അറേബ്യയിൽ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ വാപ്പാക്ക് മാനക്കേടുണ്ടായിട്ട് പുറത്തിറങ്ങാതെ ഒളിച്ചിരിക്കുകയോ ആ കുട്ടിയെ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചുമൂടുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തോട് വന്ന് പറയുന്നത്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലാ തക്റഹുൽ ബനാത്ത്, നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്. നിങ്ങൾക്ക് പെൺമക്കളാണ് വേണ്ടത്. ആൺമക്കളെക്കാളും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം. ഫൈനഹുന്നൽ മൂനിസാത്തിൽ വാരിയാത്ത്, നിങ്ങൾക്ക് നേരം പോക്കുണ്ടാക്കുന്ന, കുടുംബത്തിൽ ആനന്ദം നൽകുന്നത് പെൺമക്കളാണ്. അവരെ വെറുക്കരുത്. അവർക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ആ പെൺകുട്ടികളോട് ആൺകുട്ടികൾക്കില്ലാത്ത ഗുണം പെൺമക്കൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സംസ്കാരം. അതുകൊണ്ടാണ് ഇവിടെ അനാഥകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനാഥനായതുകൊണ്ട് ലോകത്ത് അനാഥകൾ സംരക്ഷിക്കപ്പെടുകയാണ്. അതിന്റെ ശേഷം ഒരു അനാഥനും ഇവിടെ പട്ടിണി കിടന്ന് ചാവേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അതേപോലെ പെണ്ണുങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്ക് മാനവും നാണവും ലോകത്ത് സംരക്ഷിക്കപ്പെടാൻ അവകാശമുണ്ടാവുകയാണ്. അങ്ങനെ എന്തെന്ത് കാര്യമെടുത്ത് പരിശോധിച്ചാലും അള്ളാഹുവിന്റെ പ്രവാചകരിലൂടെ കിട്ടിയ ആ ഗുണങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ ഒരു കാരണവശാലും കഴിയുകയില്ല. ആ നിലയ്ക്ക് ലോകത്തിന് സമാധാനം നൽകിയ, ലോകത്തിന് സ്വാതന്ത്ര്യം നൽകിയ, ലോകത്ത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ഇരുളടഞ്ഞ ഈ കാലഘട്ടം, അന്നത്തെ ആ കാലഘട്ടം ഇന്ന് നിലനിൽക്കുമായിരുന്നു. ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകരുടെ ആ സന്ദേശം മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിന്റെ അനുരണനങ്ങളാണ് ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലും ലോകത്ത് മുഴുവൻ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ പ്രവാചകർ അന്ന് മക്കം ഫത്ഹിലും അതേപോലെ തന്നെ ഹജ്ജത്തുൽ വദായിലും ഒക്കെ നടത്തിയ പ്രസംഗങ്ങളാണ്, ആഹ്വാനങ്ങളാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ലോകത്തെ നവോത്ഥാനത്തിന്റെ മുഴുവൻ ചാലക ശക്തി അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങളെ ഇപ്പോഴും നീചന്മാർക്ക്, ദുഷ്ടന്മാർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. കാരണം അവരുടെ വൃത്തികേടുകൾക്ക് ലോകത്ത് അവസരമില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചക സന്ദേശത്തിന്റെ, പ്രവാചകന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അള്ളാഹു ആ മാർഗം പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം സ്വാതന്ത്ര്യത്തിന്റെ, സമാധാനത്തിന്റെ വലിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചതും ലോകത്തെ മാറ്റിയെടുത്തതും. ആ പ്രവാചകരെ പറയാനും ആ പ്രവാചകരെ മനസ്സിലാക്കാനും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. അതിനാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്. സീറത്തുൻ നബി പ്രഭാഷണങ്ങളും അതേപോലെ മൗലീദുകളും ഒക്കെ നടത്തുന്നത് അതിനാണ്. നബിയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. നേരിട്ട് ചെന്നിട്ടൊരു വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നമുക്ക് അടി കിട്ടും. ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകും, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകരെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 5 നേരം പള്ളികളിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിന്ന് വലിയ ശബ്ദത്തിൽ
അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ്, ദഅവത്ത് എത്തിക്കാൻ തന്നെയാണ്, അത് ഓർമ്മപ്പെടുത്താൻ തന്നെയാണ്. അത് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഭാഗവാക്കുകളാകണം, അതിൻ്റെ വാക്താക്കളും പ്രയോക്താക്കളുമായി മാറണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഷഫാഅത്തും ആ റഹ്മത്തും നമുക്ക് ലഭിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഏതായാലും തിങ്കളാഴ്ച ആണ് റബീഉൽ അവ്വൽ 12 നമ്മുടെ മദ്രസയിലെ പരിപാടികളൊക്കെ നടക്കുന്നത്. അന്നാണ് രാവിലെ 7 മണിക്ക് തന്നെ കൃത്യമായി വെയിലാകുന്നതിൻ്റെ മുമ്പ് ഘോഷയാത്ര നടത്തണം. വെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ട്. വെയിലത്തെ കുട്ടികളെ നടത്താൻ പറ്റൂല എന്നൊക്കെ വലിയ പ്രശ്നമൊക്കെ. അതുകൊണ്ട് നേരത്തെ നമ്മൾ അധിക ദൂരേക്കൊന്നും പോക്കില്ല, വളരെ പരിമിതമായ ദൂരത്ത് മാത്രമേ പെട്ടെന്ന് പോയി നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് 7 മണിയാകുമ്പോഴേക്ക് തന്നെ കുട്ടികളെയുമായി രക്ഷിതാക്കളൊക്കെ എല്ലാവരും കൃത്യമായി മദ്രസയിൽ എത്തണം എന്നറിയിക്കുകയാണ്. പിന്നെ വൈകുന്നേരം അസ്ർ നിസ്കാരത്തിൻ്റെ ശേഷം കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കും. അധികം തോനെയൊന്നും ഇല്ലെങ്കിലും നമ്മൾക്കൊരു 10 മണിൻ്റെ മുമ്പെങ്കിലും പരിപാടി അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുട്ടികളുമായി വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിപാടി ആരംഭിക്കണം. അതിന് കുട്ടികളെ തയ്യാറാക്കണം. നിങ്ങൾ മദ്രസയിലേക്ക് എത്തണം എന്നറിയിക്കുകയാണ്. നമ്മുടെ പമ്പറകുളം മക്കാമിൽ നടക്കുന്ന മൗലിദും സ്വലാത്തും ഈ ഞായറാഴ്ച രാവിലെ 10:30 ശേഷം മക്ബറയിൽ വെച്ച് നടക്കും. ആ കാര്യം എല്ലാവരും കഴിവിൻ്റെ പരമാവധി റബീഉൽ അവ്വൽ മാസമാണല്ലോ, നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നും സഹകരിക്കണമെന്നും നമ്മുടെ പരിപാടികളൊക്കെ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു സ്വീകരിക്കുന്ന അമലാകാൻ വേണ്ടി പരിശ്രമിക്കണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ.